നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂർ ഒടുവിൽ കോടതി കടുപ്പിച്ചപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ പുറത്തിറങ്ങുമെന്ന് അറിയിച്ചതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കാനായിട്ട് മെൻസ് അസോസിയേഷനും അല്ലാതെ തന്നെ സ്ത്രീകളടക്കം വലിയ ഒരു വരവേൽപ്പ് നൽകാൻ വേണ്ടിയിട്ട് ജയിലിന് പുറത്ത് തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായി ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്നില്ല എന്നായിരുന്നു വന്ന വാർത്തകൾ. ഇന്നും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമെന്ന് റിപ്പോർട്ടുകൾ രാവിലെ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ ജയിലിന് പുറത്ത് വലിയ രീതിയിലുള്ള ഒരു പണ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മെൻസ് അസോസിയേഷൻ അംഗങ്ങളടക്കം ഇന്ന് പടക്കവും മാലയും മറ്റുമായിട്ട് ബോബി ചെമ്മണ്ണൂരിനെ വരവേൽക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ പടക്കവും മറ്റുമായിട്ടാണ് വന്നത്. ഇതവർ പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കാൻ പറ്റില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെ ഇരു വിഭാഗവും തമ്മിൽ ഏറെ നേരം വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ പടക്കം പൊട്ടിക്കാനായിട്ട് സാധിച്ചില്ല. ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ തീട്ട കിളക്കുന്നത് ഇവരാണ്. ഇതിനെയാണ് മാപ്രകൾ. മാപ്രാസ്. അവരെ അതിന് സമ്മതിക്കില്ല ബോബി ചെമ്മണ്ണൂർ മടങ്ങിപ്പോയതുകൊണ്ട് അവർക്ക് സാധ്യമാകാതിരുന്ന ഒരു കാര്യം അതുകൊണ്ട് എത്തിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് ഈ പോലീസ് ഇന്നലെ പോലീസ് നിങ്ങളെ തന്നെ പറയുക നിങ്ങൾ പൊട്ടിക്കില്ല, പൊട്ടിക്കണ്ടെന്നാ പറയുന്നത്. ഞങ്ങളെ അറസ്റ്റ് ചെയ്യോ? ഞങ്ങളെ പൊട്ടിക്കും, ഞങ്ങളെ പൊട്ടിച്ചിരിക്കും. ഞങ്ങൾ എന്തുകൊണ്ട് പൊട്ടിക്കാൻ പറ്റും? പോലീസുകാരെ അറസ്റ്റ് ചെയ്യോ? പോലീസുകാരെ അറസ്റ്റ് നാടകീയ സംഭവങ്ങൾ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. കിട്ടിയ തങ്ങൾക്ക് കിട്ടുന്ന പോലീസ് പടക്കം വാങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ പടക്കം പൊട്ടിക്കുന്നത് തടയുവാണ്. ഇത് കടുത്ത അനീതിയാണ്. ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനം അനുവദിക്കണം. ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനം പുരുഷന്മാർക്ക് ഒരു റൈറ്റില്ല. ഞങ്ങളുടെ ഞങ്ങളുണ്ട്. പടക്കം പൊട്ടിച്ചിരിക്കും. ഞങ്ങളെ പൊട്ടിക്കും. വേറെ ഉണ്ട്. ഒന്ന് പോയ 50 എണ്ണം പൊട്ടിക്കുക. 50 എണ്ണം ഞങ്ങൾ തീരുമാനിച്ചു. ജയിലിൽ പോകാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. അവർ ഇന്നലെ പറഞ്ഞ് പൊട്ടിച്ചോളാൻ പറഞ്ഞ ഞങ്ങളോട്. ഇതാണെങ്കിൽ എല്ലാ പടക്കങ്ങളും നിരോധിക്കണം. ദീപാവലിക്ക് നട റോഡിൽ ഉണ്ട് പൊട്ടിക്കുന്നു. ഒരു ചൈനീസ് പടക്കം, ചെറിയ പടക്കം. അല്ല, അപ്പൊ എന്തായാലും വേറെ പടക്കം മേടിക്കാനുള്ള വിട്ടിട്ടുണ്ടോ?